നമുക്കൊക്കത്തില്ല. പക്ഷേ ആഴത്തിൽ ഇങ്ങനെ ഈ ഞാൻ ചകഞ്ഞ് മാറ്റി പോകുന്നതെല്ലാം ചിറകുകളാണ്, തൂവലുകളാണ്, ഇതും ജീവിതമാണ്. പക്ഷെ അല്ല, അകത്താഴത്തിലൊരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പോക്കുണ്ട് മേൽവിലാസത്തിൽ. അതൊന്നുകൂടി അപ്പോത്തിഗിരിയിൽ റാപ്പിഡായിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ഫോക്കസ് ഉണ്ട് ഒരാളുടെ ജീവിതത്തിലേക്കാണ്. അതിന് ഒരുപാട് പേരുടെ ചർച്ചയിലൂടെ അയാളുടെ ജീവിതത്തിലേക്ക് പോയി, പാർത്ഥിവൻ്റെ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക്. ഇതിനകത്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ഒരുപാട് ജീവിതങ്ങളെന്ന് പറയുന്നത് മൊത്തം ലോകത്തുള്ള മുഴുവൻ ഒരുപക്ഷെ സാമ്പത്തികമായി പരാധീനതകളുള്ള, സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇമോഷണലായിട്ട് ആരും ഒരു സപ്പോർട്ടിനില്ല, പണമുണ്ട് എന്ന് പറയുന്ന വിഭാഗം, അങ്ങനെ വിവിധ സ്ട്രാറ്റയിലുള്ള ആൾക്കാരുണ്ട്. ആ ജനങ്ങളുടെ ഒരു നല്ല സ്ലൈസ് ഈ സിനിമയിലുണ്ട്. അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ എത്രമാത്രം ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു, എത്രമാത്രം മുതലെടുപ്പ് നടക്കുന്നു, ചൂഷണം നടക്കുന്നു, എത്രമാത്രം ഗിനി പിഗുകളായി മാറ്റപ്പെടുന്നു. ഇത് എല്ലാ മേഖലകളും ഒരു ദുരന്ത മേഖലയാണ് ആതുര ശുശ്രൂഷ രംഗമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗഹനമായ ഒരു പഠനം, ചർച്ച ഈ സിനിമയിലുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും, ഞാൻ ഡോക്ടറായാലും എൻജിനീയറായാലും പിച്ചക്കാരനായാലും ചെരുപ്പൂത്തിയായാലും സിനിമാ നടനായാലും എന്ത് കഥാപാത്രത്തെ അവതരിപ്പിച്ച് വന്നാലും ജനങ്ങൾക്കൊറ്റ ആവശ്യമേ ഉള്ളൂ, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ആഞ്ഞടിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല ഫോഴ്സിൽ ചോദിക്കണം, ചോദിക്കേണ്ട കേന്ദ്രങ്ങളിൽ ചോദിക്കണം, അതൊരു ആഘാതമായി അവിടെ പതിയണം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ എത്തുന്നില്ലെങ്കിൽ പോലും ആ തിയേറ്ററിൻ്റെ 4 മതിലുകൾക്കുള്ളിലിരുന്ന് അവർക്ക് നുകരാൻ സാധിക്കണം, തൃപ്തിയടയാൻ സാധിക്കണം. അതിനുവേണ്ടി അവരുടെ അടുത്ത തലമുറയെങ്കിലും പ്രതികരണശേഷിയുള്ള തലമുറയാക്കി മാറ്റുവാനുള്ള പ്രാപ്തി പകർന്നു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അതെൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. ഞാൻ ഒരു ദൈവ നിയോഗം പോലെ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ആരെയും കൊച്ചായി കാണാനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും കുറവുകാരാണെന്ന് പറയാനോ ഒന്നുമുള്ള ഒരു ശ്രമമല്ല. നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാം, എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, എല്ലാവർക്കും തെറ്റായ പഠനങ്ങൾ, വിവരശേഖരണങ്ങൾ ഒക്കെ നടത്താൻ പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ ഒരു ക്രിറ്റിസിസത്തിൻ്റെ പേരിലായാലും ശരി തന്നെ, ഒരു സപ്പോർട്ടിൻ്റെ പേരിലായാലും ശരി തന്നെ, ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനോട് പ്രതികരിക്കാൻ തോന്നത്തില്ല. എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിനിമയിലെ അഭിനയത്തെ സംബന്ധിച്ച് ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ നമ്മളത് അംഗീകരിക്കുന്നില്ലേ, അല്ലേ? അതുപോലെയുള്ളൂ. അപ്പോൾ വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടേത് മാത്രമാണ്. താരമൊന്നും നമ്മൾ ഈ ഉണ്ണുന്ന പ്ലേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ഇരിക്കുമ്പോൾ ഇല്ല. എല്ലാവരും ചവയ്ക്കുന്നത് പോലെയാണ്. അതൊരു താടിയും മീശയെല്ലാം കൂടെ വായിക്കകത്തേക്ക് വളർന്ന് കിടക്കുന്ന ഒരാൾ ചോറെടുത്ത് വെച്ച് വിശപ്പടക്കാൻ വേണ്ടിയാണ്. ഞാനും വിശപ്പടക്കാൻ വേണ്ടിയാണ്, അനിൽ അംബാനിയും വിശപ്പടക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് നമുക്കൊന്ന് കാതുകൊണ്ട് കേൾക്കുകയല്ല, കണ്ണുകൊണ്ട് കാണുകയല്ല, ഹൃദയം കൊണ്ട് ഒന്ന് ആവാഹിക്കാൻ പറ്റണം. പിന്നെ ആ ഹൃദയത്തെ നമ്മൾ കൂടുതൽ സത്യത്തിൽ, അങ്ങ് വലിയ നിഷ്കളങ്കൻ, ഭയങ്കര ഹരിശ്ചന്ദ്രൻ എന്നൊന്നും പറയുകയല്ല, കൂടുതലും സത്യം, കുറച്ചൊക്കെ തെറ്റ്, നല്ല അംശം തെറ്റും വൃത്തികേടുകളും ഒക്കെ ചെയ്തു തന്നിരിക്കും, പക്ഷെ കൂടുതലും നല്ലതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന് അത് ആവാഹിക്കാൻ സാധിക്കും. പിന്നെ ആ ഹൃദയം മോദിത്തരും. അത് ചെയ്തു, അത്രയേ ഉള്ളൂ. എനിക്ക് അന്നേരം ഞാൻ ആ ഷോയിലിരുന്ന് പറഞ്ഞവരോടെല്ലാം പറഞ്ഞതിൻ്റെ പ്രധാന അംശം എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വേദന മറക്ക്. അച്ഛൻ്റെ അസുഖം, എത്ര മരുന്നിന്, എത്ര ചികിത്സയ്ക്ക്, അത് ഞാൻ തരും, നിങ്ങൾ ഇവിടെ ജയിക്കേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവരെല്ലാം മറക്കുക. അത് ഓക്കെ ആയി. അങ്ങനെയുള്ളവരാണ് അവിടെ ഇരുന്ന് ഒരു പക്ഷേ 60,000 രൂപയായിട്ടോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയായിട്ടോ പോകേണ്ടവർ അവിടെ ഇരുന്ന് 6 ലക്ഷവും 12 ലക്ഷവുമായിട്ട് പോകുന്നത്. ശോഭ അവിടെ ഇരുന്ന് 25 ലക്ഷവുമായിട്ടാണ് പോയത്. അതാണ് ഇൻസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വേദന ഇനിയില്ല, നിങ്ങളിപ്പം 0 ലെവലിലെത്തി,
പ്ലെയിൻ ലാൻഡിലെത്തി. ഇനിയൊരു ഭയങ്കര സുഗമമായ ടെറൈനാണ് നിങ്ങൾക്ക് മുന്നിൽ. ഓടൂ, നല്ല ഉല്ലസിച്ചോടൂ എന്ന് പറയുന്ന ഒരു ഇമ്പറ്റസ് അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ്. അതെനിക്ക് ചെയ്തൂടെ? എനിക്കൊരു ചിലവുമില്ലാത്ത കാര്യമാണ്. അത് ഞാൻ ചെയ്തു. അതിൽ വലിയ മഹത്വവുമില്ല. ഞാൻ പറയുന്നത് പോലെ ഇതും മറ്റൊരു ദൈവ നിയോഗമാണ്. അപ്പോൾ അന്ന് ശോഭയെടുത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും 25 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഞാനത് ചാനലുകാരോട് പറഞ്ഞ് അവരെ വിളിക്കാൻ പറഞ്ഞു. അത് മോളങ്ങ് ചൈനയെ പഠിക്കാൻ പോയി, അവൾ വരട്ടെ, നോക്കണം. അപ്പോൾ ഒരു മുതലെടുപ്പിൻ്റെ മനസ്സ് അവർക്കില്ല. ഇല്ലെങ്കിൽ കാശ് നമുക്ക് കിട്ടി, സാറിൻ്റെ അടുത്ത് നിന്നുള്ളതും കൂടെ പിടുങ്ങാം എന്നവർ വിചാരിച്ചില്ല. 1.5 വർഷമായി. ഇപ്പോൾ മോള് ചൈനയിൽ നിന്ന് ഇടയ്ക്ക് അവധിക്ക് വന്ന സമയത്ത് മോളെയും വിളിച്ചുകൊണ്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. 10 ദിവസമായിട്ട് ചോദിക്കുക, എനിക്ക് സൗകര്യം കിട്ടിയില്ല, ഞാൻ ഈ ഞായറാഴ്ച വന്നോളൂ എന്നൊരു 10 ദിവസം മുമ്പ് പറഞ്ഞു. ഞായറാഴ്ച അവർ വന്നു. കൊടുത്തതല്ല, അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർ എടുത്തിട്ട് പോയി, അത്രയേ ഉള്ളൂ. പേടിയുണ്ടാകും. ഒരു സിനിമ ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് നല്ലതുദ്ദേശം മാത്രമേ ഏറ്റവും തല്ലിപ്പൊളി സിനിമകൾ പോലും ചെയ്തിട്ടുള്ളൂ. കഥ കേട്ടപ്പോഴൊക്കെ ഇതൊരു എന്താണ് ഒരു പശ്ചാത്താപത്തിൻ്റെ സ്വരം ഇതിനകത്ത് നിങ്ങൾ കേൾക്കരുത്. ഓരോ സിനിമയും ഏറ്റവും പൊട്ട സിനിമ ചെയ്തിട്ടുള്ളത് പോലും കഥ കേട്ടപ്പോൾ ഇത് രസമായിരിക്കും, ഇത് ചെയ്തു വരുമ്പോൾ ഗംഭീരമാകും എന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഈ ചോറ് വിഷമായി തീരട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വായിലോട്ടിടുക. ഇതിനകത്ത് എനിക്ക് മരിക്കണം, അതുകൊണ്ട് ഞാൻ വിഷം കലർത്തി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിക്കും. ഈ ഞാൻ തിന്നുന്ന ചോറ് ഈ ഉരുളയ്ക്കകത്ത് സയനൈഡ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും കഴിക്കും. അങ്ങനെ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ വിചാരിച്ച ഇപ്പം 2ാം ഭാവം എന്ന് പറയുന്ന സിനിമയാണ് വലിയൊരു ആന്തരിക പരിവർത്തനം ഉണ്ടാക്കിയത്. മൊത്തത്തിൽ അങ്ങ് നല്ല സിനിമയോട് വെറുപ്പായിപ്പോയി. എൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകടനവും ലാൽ ജോസിൻ്റെ ഒരു മോസ്റ്റ് വണ്ടർഫുൾ ഫിലിം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് 2ാം ഭാവം. അതിൻ്റെ ഒരു ദുരന്ത പരിണാമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് തരും. അത്ര വലിയ ആഘാതമാണ് ആ സിനിമ തന്നത്. അതിനേക്കാൾ വലിയ ആഘാതമാണ് അത് ടി വിയിൽ വന്നപ്പോൾ ഒരാൾ പോലും ഒഴിയാതെ എന്താ ഈ പടം ഓടാഞ്ഞെന്ന് ചോദിച്ചത്. അതാണ് 2ാമത്തെ ഹാർട്ട് അറ്റാക്ക്. ആ ഒരു സൈക്കവിയായി. പിന്നെ മേൽവിലാസം പോലൊരു സിനിമ തിയേറ്ററിൽ ആദ്യം കൊണ്ടുവന്നിട്ടപ്പോൾ 2 ദിവസം ഓടി, 2ാമത് വീണ്ടും എല്ലാവരും കൂടെ പ്രയത്നിച്ച് കൊണ്ടുവന്നിട്ടപ്പം ഒരാഴ്ച ഓടി, എന്നിട്ട് ഒരു മാർക്കില്ല. പക്ഷേ ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ടി വിയിൽ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആ ശ്രേണിയിൽപ്പെടുന്ന സിനിമ 2ഓ 3ഓ ടെലികാസ്റ്റിനപ്പുറം പോകുന്നു. ഇതിന് ഓൾറെഡി 2 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 15ഓ 20ഓ പ്രാവശ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കണം ആ പബ്ലിക് ഡിമാൻഡ്? അത് എനിക്കൊക്കെ തരുന്നത് വേദനയാണ്, സന്തോഷമല്ല.